ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് 5-6 മാസം ആവാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഡ്രസ്സൊക്കെ നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് എൻ്റെ യൂണിഫോം കണ്ണിൽ പെട്ടു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര മിസ്സായി ഗൈസ്. കോളേജും ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ച് കോളേജിൽ പോണ ഒരു രീതിയിൽ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ കോളേജിൽ പോയിണ്ടായിരുന്നത്, എന്തൊക്കെ മേക്കപ്പാണ് ചെയ്തിട്ട് പോവുക, അതുപോലെ തന്നെ യൂണിഫോം എങ്ങനെ ഇടുക. ഞങ്ങളെ യൂണിഫോമിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ബാഗൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കോളേജ്. എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല, അതുകൊണ്ടാവാം ഫ്രണ്ട്സുകളെയും കോളേജും ആ രാവിലെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കോളേജിൽ പോകണം. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ സത്യമായിട്ടും ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഈ ഫൈനൽ ഇയറൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ പിന്നാലെ ഓടുമ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞൊന്ന് സമാധാനത്തിൽ ഇരുന്നാൽ മതി എന്നായി. ഇപ്പം സമാധാനം ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്താ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 3rd ഇയറൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം എൻജോയ് ചെയ്യുക, കുറേ മെമ്മറീസ് ഉണ്ടാക്കുക. അതൊക്കെ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ. അതേമാതിരി വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ ആലോചിക്കാനും കുറച്ച് നല്ല ഓർമ്മകളൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ കാണാം. അപ്പോൾ ഞാൻ നമ്മുടെ യൂണിഫോം ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിടുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് മേക്കപ്പ് ചെയ്യുക. വല്ലാണ്ടൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എൻ്റെ മൂഡനുസരിച്ചിട്ട് ഇരിക്കും ഞാൻ കോളേജിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത്. ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ ഞാൻ നന്നായിട്ട് ഒരുങ്ങിയിട്ടാവും പോയാൽ. കുറച്ച് സാഡായിട്ട് മൂഡ് ഔട്ടായിട്ടുള്ള ടൈമിലാണെങ്കിൽ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടും കേട്ടോ, അത് വലിയ വേറൊരു കാര്യം. ലിപ്സ്റ്റിക്ക് ഇടാനുണ്ട് ഞാൻ പോവില്ല. കണ്ണ് എഴുതാ അതുപോലെ തന്നെ എന്തെങ്കിലും മുഖത്ത് ക്രീമൊക്കെ തേക്കണ ടൈമാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അല്ലാത്ത ടൈമിലാണെങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് പോവുള്ളൂ. അപ്പം എന്നെ മനസ്സിലാവും. കോളേജിൽ പോയാൽ പറയാം എനിക്ക് എന്തോ ഒന്ന് പ്രശ്നമുണ്ട്, എന്താ എൻ്റെ കോലം എങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തേക്കുന്നത് മൈ ഫേവറേറ്റ് ക്രീം. ഓക്കെ, ഇത് കഴിയാനായിട്ടുണ്ടേ. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ തേക്കാം. പണിയിട്ട് ഇതിങ്ങനെ ഡോട്ടായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ, എൻ്റെ അടുത്ത് ബ്ലെൻഡറൊന്നുമില്ല, അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുക ചെയ്യാം. പിന്നെ ഞാൻ കണ്ണെഴുതാറുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ കണ്ണെഴുതുന്നില്ല, എനിക്ക് മടിയാവുന്നുണ്ട് വയസ്സ്. അപ്പോൾ കണ്ണെഴുതുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇത് ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പൗഡർ ഇടും. പക്ഷെ പൗഡർ അപ്പുറത്താണ്, അപ്പുറത്തെ റൂമിലാണ്. അപ്പം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങോട്ട് നടന്നു പോകണ്ടേ, നടന്നു പോയി അതെടുത്ത് ഇങ്ങോട്ട് വരണം, എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ ചെയ്യണം. ടാസ്ക്കാണ്. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക്ക് എൻ്റെ മെയിനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലാക്മേയുടെ ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഉള്ളത്. ഷെയ്ഡ് ഏതാ അങ്ങനെ നമുക്ക് പറഞ്ഞു തരാറില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ടാവും, അതുകൊണ്ട് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഉണ്ടാവും ഗൈസ്. നമ്മൾ ഫസ്റ്റ് ആ സാധനം പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ ആവാൻ തുടങ്ങിയത്. നമ്മൾ വിചാരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇല്ല, ഇവിടെ ഒരു മൂടി പോലത്തെ സാധനം ഉണ്ടാവും, അതിങ്ങനെ പൊട്ടിച്ചളഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊട്ടിച്ചളയല്ല അങ്ങനെ നഖം കൊണ്ട് ജസ്റ്റ് എടുത്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കുത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്. എനിക്കൊരെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ചിട്ടാൽ മതിയോ. ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. സെറ്റല്ലേ? അപ്പം ഇനി നമുക്ക് യൂണിഫോം മാറാം. യൂണിഫോം എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
മാറ്റി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതേമാതിരി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടാഗും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുടിയൊന്നും ഞാൻ നല്ലപോലെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ അതേമാതിരി തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായി. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ പാൻറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടിക്ക് ഞാൻ ഷൂട്ട് ചെയ്യണില്ലല്ലോ, അപ്പം ഞാൻ ഈ കുപ്പായം മാത്രമായിട്ട് ഇട്ട് നോക്കി. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ മാറ്റിക്കഴിഞ്ഞ് ഒരു മടിയം മാറ്റലാണ് മാറ്റിയുള്ളത്. തട്ടൊക്കെ ഇട്ടിക്കണേ ശരിയായിട്ടില്ല. ഒരു സംഭവം കാണിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ തട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. എനിക്ക് മടിയുണ്ട്, എന്നാലും ഒന്ന് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തു. പാൻറ്റൊന്നും മാറ്റിയിട്ടില്ല, ഞങ്ങൾ കണ്ടില്ലേ, പാൻറ്റൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ആഗ്രഹം നടന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.